Once again, welcome back to Vishwa Teaching. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ തന്നെ നേരത്തെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം തന്നെ എന്താണ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ബാങ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് യൂണിയൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്ക് അതിൻ്റെ കസ്റ്റമേഴ്സിനാണ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാങ്ക് അക്കൗണ്ട് കാണും അല്ലേ, അതായത് സേവിങ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് കാണും അല്ലേ. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യത്തില്ല. അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യത്തില്ല, ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യത്തില്ല. അതിന് ചില യോഗ്യത വേണം. അതായത് നമ്മുടെ ക്രെഡിറ്റ് വോത്തിനെസ്, നമ്മുടെ മന്ത്ലി ഇൻകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബാങ്ക് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ക്രെഡിറ്റ് വോത്തിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും തിരിച്ചടവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ബാങ്ക് അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും, ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യും. ഇനി എന്താണ് ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു ഗുഡ്സോ സർവീസോ എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിക്കാം. പക്ഷെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അതിനുള്ള ബാലൻസ് ഇല്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് എനിക്ക് റീറ്റെയിൽ ഷോപ്പിലൊക്കെ ചെന്ന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എൻ്റെ അക്കൗണ്ടിൽ അതിനുള്ള ബാലൻസ് ആരിട്ടോളും, ബാങ്ക് ക്രെഡിറ്റിൽ ഇട്ടോളും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബാങ്ക് പറയുന്ന ആ ഒരു സർട്ടൻ ടൈം പീരീഡ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എനിക്ക് ഞാൻ എടുത്ത എമൗണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, തിരിച്ചുകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താണ് പേയ്മെൻറ്റ് മെക്കാനിസമാണ് ഇത് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, എ ക്രെഡിറ്റ് കാർഡ് ഇസ് എനി കാർഡ്, പ്ലേറ്റ് ഓർ ഡിവൈസ് ദാറ്റ് മേ ബി യൂസ്ഡ് ഫ്രം ടൈം ടു ടൈം ആൻഡ് ഓവർ അഗെയിൻ ടു ബോറോ മണി ഓർ ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. അതായത് ക്രെഡിറ്റിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Thus, a credit card is a mechanism by which the cardholder can make purchases without immediate cash payment. Bank issue credit card to selected customers depending on their monthly income, credit worthiness, reputation, etc. Credit card are also called plastic money. Credit card എന്നൊന്നും പറയുന്നു, plastic money എന്നും വിളിക്കുന്നു. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ആണ്. നമ്മൾ ആ മീനിങ്ങിൽ പഠിച്ച സെയിം കാര്യം തന്നെയാണ് ഫീച്ചേഴ്സിലും വരുന്നത്. പ്രധാനമായിട്ടും 4 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. നോക്കിയേ, ദ സ്പെഷ്യാലിറ്റി ഓഫ് ക്രെഡിറ്റ് കാർഡ് ഇസ് ദാറ്റ് ഈവൻ വിത്തൗട്ട് ഹാവിംഗ് എനി ബാലൻസ് ഇൻ ദ കറന്റ് ഓർ സേവിംഗ് അക്കൗണ്ട് ഓഫ് ദ കാർഡ് ഹോൾഡർ, ഹി ഓർ ഷീ ക്യാൻ മേക്ക് പേയ്മെന്റ്സ്. ദസ് ക്രെഡിറ്റ് കാർഡ് ആർ എ ടൈപ്പ് ഓഫ് കസ്റ്റമർ ലോൺ. നോക്കിക്കേ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർഡ് ഹോൾഡറിന്റെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ഇല്ല എങ്കിൽ പോലും, അതായത് കറണ്ട് അക്കൗണ്ടിലോ സേവിംഗ് അക്കൗണ്ടിലോ ഒക്കെ തന്നെ എന്താണോ ഒരു ബാലൻസ് ഇല്ല എങ്കിൽ പോലും അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പേയ്മെന്റ്സ് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു തരത്തിലുള്ള കസ്റ്റമർ ലോൺ ആണ്. Some of the worldwide accepted credit card are American Express, Diners Club, Eurocard, Mastercard and Visa card. അപ്പോൾ ചില വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ക്രെഡിറ്റ് കാർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു തന്നെ, അതായത് നമ്മുടെ അക്കൗണ്ടിൽ എന്താണ് ബാലൻസ് ഇല്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പേയ്മെൻറ്റ്സ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, the payment through the credit card is limited to the credit limit determined by the issuing bank based on the financial history of the card holder. അതായത് ആ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എത്ര വേണമെങ്കിലും പേയ്മെന്റ് നടത്താം എന്നുള്ളതല്ല. അതിനൊരു ലിമിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്ക് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫിക്സ് ചെയ്ത ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പേയ്മെന്റ്സ് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലിമിറ്റും കാര്യങ്ങളും ഒക്കെ ഇഷ്യൂയിങ് ബാങ്ക് ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ കാർഡ് ഹോൾഡറിന്റെ, അതായത് ഇപ്പം നമ്മളാണ് ആ ഒരു കാർഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രെഡിറ്റ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, a credit card can also be used even to draw cash from ATMs within the cash limit approved to the cash holder. ATMിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പണമൊക്കെ പിൻവലിക്കാനായിട്ട് സാധിക്കും. അതും ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഹോൾഡർക്ക് അപ്രൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാഷ് ലിമിറ്റിന് വരെ മാത്രം എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ക്യാഷ് ഒക്കെ ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് നോക്കിക്കേ, the credit availed by the cardholder has to be paid to the bank within a period and the credit limit get automatically renewed with the repayment. നോക്കിക്കേ, അപ്പോൾ കാർഡ് ഹോൾഡർക്ക് ലഭ്യമായിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ് എമൗണ്ട് ബാങ്കിന് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ബാങ്ക് പറയുന്ന ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, റീപേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ റീപേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് റിന്യൂ ആയിക്കോളും.
അപ്പോൾ നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എങ്കിൽ പോലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് പേയ്മെന്റ്സ് നടത്താനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഇഷ്യൂയിങ് ബാങ്ക് ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്തിരിക്കും. ആ ഒരു ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പണമൊക്കെ പിൻവലിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ATM നിന്ന് ക്യാഷ് ഒക്കെ ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ റീപേ ചെയ്യുമ്പോൾ ആ റീപേ ചെയ്യുന്ന മുറയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റും കാര്യങ്ങളൊക്കെ റിന്യൂ ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫീച്ചേഴ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചല്ലോ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് കാർഡ് ആണ്. ക്രെഡിറ്റ് കാർഡിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജനറൽ പർപ്പസ് ക്രെഡിറ്റ് കാർഡ് എന്നും പ്രൊപ്രൈറ്ററി കാർഡ് എന്നും. നോക്കിക്കേ, അതിൽ ആദ്യത്തേതാണ് ജനറൽ പർപ്പസ് കാർഡ്. നോക്കിക്കേ, ജനറൽ പർപ്പസ് കാർഡ്സ് ആർ ദോസ് വിച്ച് ആർ അക്സെപ്റ്റഡ് ബൈ മെർച്ചൻസ് അക്സെപ്റ്റിംഗ് മാസ്റ്റർ കാർഡ് ആൻഡ് വിസ കാർഡ്. നോക്കി, വിസ കാർഡ്, മാസ്റ്റർ കാർഡ് പോലെയുള്ള കാർഡ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന മെർച്ചൻസ് ആയിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ജനറൽ പർപ്പസ് കാർഡുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അവസാനം ലിമിറ്റഡ് പർപ്പസ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി കാർഡിലേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാർഡ്സ് നമുക്ക് റീറ്റെയിൽ സ്റ്റോഴ്സിൽ മാത്രമാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് ഹാവ് എയ്തർ ടൈഡ് അപ്പ് വിത്ത് മാസ്റ്റർ കാർഡ് ഇന്റർനാഷണൽ ഓർ വിസ ഇന്റർനാഷണൽ. ഇന്ത്യയിലുള്ള മിക്ക ബാങ്കുകളും ഈ പറഞ്ഞിട്ടുള്ള മാസ്റ്റർ കാർഡ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ വിസ ഇന്റർനാഷണലുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ടൈഡ് അപ്പ് ചെയ്തിട്ടുള്ളവയായിരിക്കും. നെക്സ്റ്റ് പ്രിവിലേജസ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ആണ്. നോക്കിക്കേ, ഈ ഒരു എന്തൊക്കെ പ്രിവിലേജസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് ലഭ്യമാകുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നോക്കി, ഫസ്റ്റ് പോയിന്റ് ആണ് ക്യാഷ് വിഡ്രോവൽ ത്രൂ ATMs. നമ്മൾ ആ ഒരു ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ലേ. അതായത് മിക്ക ബാങ്കുകളും ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് ATMൽ നിന്ന് പണം പിൻവലിക്കാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് സർവീസ് ചാർജിന് വിധേയമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ATMൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പണം പിൻവലിക്കാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് പെർ മന്ത് 20,000 റുപ്പീസ് വെച്ചിട്ടായിരിക്കും. അതായത് മാസം 20,000 രൂപ വരെയാണ് ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. രണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ആണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഇഷ്യൂയിങ് ബാങ്ക്, അതായത് ഈ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടുള്ള ഹോട്ടൽസിൽ നിന്നും എയർലൈൻസിൽ നിന്നും ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ നിന്നും ഒക്കെ തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഈ പറഞ്ഞിട്ടുള്ള കാർഡ് ഹോൾഡർക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയി നോക്കിക്കേ, യൂസ് ബൈ എ പേഴ്സൺ അതർ ദാൻ ദ കാർഡ് ഹോൾഡർ. അതായത് ഇൻഷുറൻസിൻ്റെ ഒക്കെ കേസ് പോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഹോൾഡർക്ക് വേണമെങ്കിൽ ഒരു നോമിനിയെ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോമിനിയെ വെക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാർഡ് ഹോൾഡറിൻ്റെ അഭാവത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ സ്പൗസിനോ ഒക്കെ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് നടത്താനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ് ആൻഡ് പേ ഓർഡർ. എ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ക്യാൻ ഗെറ്റ് എ ഡ്രാഫ്റ്റ് ഓർ പേ ഓർഡർ വിത്തൗട്ട് ഗോയിങ് ടു ദ ബാങ്ക്. അതായത് ബാങ്കിൽ പോവാതെ തന്നെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ പേ ഓർഡർ ആർക്ക് ലഭിക്കുന്നതാണ്, ക്രെഡിറ്റ് കാർഡ് ഹോൾഡർക്ക് ലഭിക്കുന്നതാണ്. Once the card holder informs the details of a draft or pay order with the credit card number, the bank will send the draft to the customer for a nominal service charge. അതായത് ഒരു നോമിനൽ സർവീസ് ചാർജ് വെച്ചിട്ട് കസ്റ്റമേഴ്സിന് ഈ കസ്റ്റമേഴ്സ്, അതായത് ഈ ഒരു കാർഡ് ഹോൾഡർ അദ്ദേഹത്തിൻ്റെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ പേ ഓർഡറിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്പറും ഒക്കെ ബാങ്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും, ആ കസ്റ്റമറിന് ഈ പറഞ്ഞിട്ടുള്ള ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുന്നതാണ്, സെൻഡ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ബാങ്ക് ഒരു സർവീസ് ചാർജ് ഈടാക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇൻഷുറൻസ് കവറേജ് ആണ്. നോക്കിയേ, ബാങ്ക്സ് പ്രൊവൈഡ് ഇൻഷുറൻസ് കവറേജ് ടു ദ കാർഡ് ഹോൾഡർ റേഞ്ചിങ് ഫ്രം 2 lakhs to 8 lakhs. നോക്കിയേ, 2 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് കാർഡ് ഹോൾഡേഴ്സിന് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദ എമൗണ്ട് ഓഫ് കവറേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് കാർഡ്. അതായത് ഏത് തരത്തിലുള്ള കാർഡാണ് കാർഡ് ഹോൾഡറിൻ്റെ കയ്യിലുള്ളത് അല്ലെങ്കിൽ കൈവശമുള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കവറേജിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. സം ബാങ്ക്സ് എക്സ്റ്റെൻഡ് ദ ഇൻഷുറൻസ് കവറേജ് ടു സ്പൗസ് ഓഫ് ദ കാർഡ് ഹോൾഡർ ഓൾസോ. ഈ ഒരു ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ഈ കാർഡ് ഹോൾഡേഴ്സിൻ്റെ സ്പൗസിനും ചില ഇൻഷുറൻസ് അല്ലെങ്കിൽ ചില ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ഓപ്ഷൻ ആണ്. അതായത് നമ്മൾ എടുത്തിട്ടുള്ള അത്രയും എമൗണ്ട്, ആ ഒരു ബില്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള അത്രയും എമൗണ്ട് നമ്മൾ ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമുക്ക് ആദ്യം ഒരു മിനിമം എമൗണ്ട് കൊടുത്ത ശേഷം നെക്സ്റ്റ് ബില്ലിംഗ് സൈക്കിളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ബാലൻസ് എമൗണ്ട് റോൾ ഓവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന് അവരൊരു സർട്ടൻ റേറ്റിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നോക്കിയേ, അതർ പ്രിവിലേജസ് ആണ്. മറ്റ് പ്രിവിലേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ, ഫ്രീ സപ്ലൈ ഓഫ് മാഗസീൻസ്, പേയ്മെൻറ്റ്സ് അറ്റ് പെട്രോൾ ബങ്ക്സ്, ഹോളിഡേ പാക്കേജസ് തുടങ്ങിയവയൊക്കെയാണ് മറ്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മറ്റ് പ്രിവിലേജസ് ലഭ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്പറേഷൻസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ് ആണ്.
ഇപ്പോൾ നമ്മളാണ് ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പർച്ചേസസും കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷം നമ്മൾ മെർച്ചൻ്റ് കയ്യിൽ നമ്മുടെ കാർഡ് കൊടുക്കുകയാണ് സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചില കാർഡിൻ്റെ കേസിലാണെങ്കിൽ സ്വൈപ്പ് ചെയ്ത ശേഷം കാർഡ് ഹോൾഡർക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അഥവാ പിന്ന് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ. The system communicates with the system of credit card issuing bank in order to ensure that the amount being swiped is within the credit limit of the കാർഡ്. അതായത് ആ ഒരു കാർഡിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റിനുള്ളിലുള്ള ഒരു എമൗണ്ട് ആണ് സ്വൈപ്പ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ആ ഒരു എന്താണ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്കിൻ്റെ സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു പരിധിക്ക് അപ്പുറം പോയിട്ടില്ല, ആ പരിധിക്കുള്ളിൽ തന്നെയുള്ള ഒരു എമൗണ്ടിലാണ് നമ്മൾ പർച്ചേസസ് നടത്തിയത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. If the amount is within the credit limit, the transaction is authorized by the credit card issuing bank. അതായത് ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റിനുള്ളിലാണ് ആ ഒരു എമൗണ്ട് എങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ ആര് ഓതറൈസ് ചെയ്യുന്നതാണ്, ആര് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്, ഇഷ്യൂയിങ് ബാങ്ക്. അതായത് ആ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്ക് എന്ത് ചെയ്യുകയാണ്, ഓതറൈസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഓക്കെ, the credit card holder then put his signature on a receipt which is his consent to the transaction and that he will pay the amount of the transaction to the card issuing bank. ഓക്കെ, പിന്നീട് ഈ ഒരു കാർഡ് ഹോൾഡർ അദ്ദേഹത്തിൻ്റെ സൈൻ ഒരു റെസിപ്റ്റിൽ ഇടുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺസെൻറ്റ് പോലെയാണ് ആ ഒരു സൈൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ട്രാൻസാക്ഷനോടും അതുപോലെ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് കാർഡ് ഇഷ്യൂയിങ് ബാങ്കിന് പേ ചെയ്തോളാം എന്നുള്ളൊരു കൺസെൻ്റ് ആയിട്ടാണ് അത് സൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓക്കെ, എവറി മന്ത് ദ കാർഡ് ഇഷ്യൂയിങ് ബാങ്ക് വിൽ സെൻഡ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ടു ദ കാർഡ് ഹോൾഡർ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ, ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ബീങ് ചാർജ് എക്സെട്ര. ഓക്കെ, എല്ലാ മാസവും ഈ കാർഡ് നൽകുന്ന ബാങ്ക് എന്ത് ചെയ്യുകയാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ആ ട്രാൻസാക്ഷൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാർഡ് ഹോൾഡർക്ക് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോട്ടൽ എത്ര എമൗണ്ട് ആണ് ഡ്യൂ ആയിട്ടുള്ളത്, അതേപോലെ തന്നെ അവർ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കും ഈ ഒരു ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, പ്രൊസീജിയർ ഓഫ് ഒബ്റ്റൈനിങ് എ ക്രെഡിറ്റ് കാർഡ്. ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് കിടക്കുന്നത്. ഫസ്റ്റ്, സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ, എ പേഴ്സൺ ഇന്റൻഡിങ് ടു ഒബ്റ്റൈൻ എ ക്രെഡിറ്റ് കാർഡ് ഷുഡ് സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. The applicant has to furnish his or her personal and professional details, financial soundness, and to sign an undertaking to abide by the terms and conditions of the issue of a credit card. അതായത് ഈ ഒരു ആപ്ലിക്കൻറ്റിന്, അതായത് അപേക്ഷകന് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്, അതായത് സാമ്പത്തിക ഭദ്രത തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, അതേപോലെ തന്നെ എന്താണ് ഈ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്തുകൊണ്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കേണ്ടതായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിക്കേ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ലൈക്ക് proof of income, copy of bank statements for the last 6 months should also be submitted to the bank for assessing the credit worthiness of the applicant. ആപ്ലിക്കൻറ്റിൻ്റെ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് അസസ് ചെയ്യാൻ വേണ്ടി ബാങ്കിന് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നോക്കിക്കേ, അതായത് ഇൻകത്തിൻ്റെ പ്രൂഫ് ഓഫ് ഇൻകം, അതേപോലെ തന്നെ കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പിയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ബാങ്കിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ നോക്കിയേ, നെക്സ്റ്റ്, ഫോട്ടോഗ്രാഫ് ഓഫ് ദ ആപ്ലിക്കൻ ഷുഡ് ഓൾസോ ബി ഗിവൺ അലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം തന്നെ ആപ്ലിക്കൻറ്റിൻ്റെ അപേക്ഷകൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, അസസ്മെന്റ് ഓഫ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി ആപ്ലിക്കൻറ്റിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കിക്കേ, ദ ബാങ്ക് വിൽ ഗോ ത്രൂ ദ ആപ്ലിക്കൻ ഫോം to assess the credit worthiness of the applicant. The assessment is based on the financial soundness and the financial history of the applicant. The bank also asks for the reference to check the antecedents of the applicant. നോക്കിക്കേ, അതായത് ഈ ഒരു എന്താണ് ആപ്ലിക്കൻറ്റിൻ്റെ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് അസസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നന്നായിട്ട് ആര് അസസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആര് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്, ബാങ്ക് നന്നായി ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. The assessment is based on the ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ആൻഡ് ഫിനാൻഷ്യൽ ഹിസ്റ്ററി ഓഫ് ദി ആപ്ലിക്കൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും ഈ ഒരു അസസ്മെൻറ്റ് ബാങ്ക് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കൻറ്റിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി റെഫറൻസും ബാങ്ക് ചോദിക്കാറുണ്ട്. നോക്കിയേ, ദ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻസ് ക്യാൻ ബി റിജക്റ്റഡ് ബൈ എ ബാങ്ക് ഇഫ്, നോക്കിയേ, ഒരു
ആപ്ലിക്കേഷൻ ഫോം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോംസ് റിജക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ദ ആപ്ലിക്കൻ ഹാസ് മെയ്ഡ് എനി ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് എനി ലോൺസ് ഓർ പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് ഇൻ ദ പാസ്റ്റ്. നേരത്തെ ക്രെഡിറ്റ് കാർഡ് കമ്പനീസിന് എന്തെങ്കിലും ലോണിൻ്റെയോ കാര്യങ്ങളുടെയോ ഒക്കെ പേയ്മെൻറ്റിൽ ഒരു മുടക്കം ആപ്ലിക്കൻ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ആർക്ക് ഇഷ്യൂ ചെയ്യുന്നതല്ല, അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിന് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതല്ല. The applicant has not fulfilled the income criteria specified by the card issuing bank. ഈ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ഇൻകം ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്ത മുറയ്ക്കും എന്ത് ചെയ്യും, ആപ്ലിക്കൻ്റ് ഒരിക്കലും ഈ പറഞ്ഞിട്ടുള്ള കാർഡ് ഇഷ്യൂ ചെയ്യുന്നതല്ല. The applicant has not made himself available to the credit investigating agencies which represent the card issuing bank. അതായത് കാർഡ് ഇഷ്യൂയിങ് ബാങ്കിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിനോട് ഈ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കൻ്റ് സഹകരിക്കാത്ത സാഹചര്യത്തിലൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ ബാങ്ക് റിജക്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് ഇഷ്യൂ ഓഫ് ക്രെഡിറ്റ് കാർഡ്. ഇഫ് ദ കാർഡ് ഇഷ്യൂയിങ് ബാങ്ക് ഇസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡോക്യുമെന്റ് സബ്മിറ്റഡ് ആൻഡ് അബൌട്ട് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി ആപ്ലിക്കൻ, ഇറ്റ് വിൽ ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു ഇഷ്യൂ എ ക്രെഡിറ്റ് കാർഡ് ആഫ്റ്റർ അസൈനിങ് ദ ക്രെഡിറ്റ് ലിമിറ്റ്. നോക്കിക്കേ, അതായത് ഈ ആപ്ലിക്കൻ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സിനും അതേപോലെ തന്നെ ആപ്ലിക്കൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്സിലും ഒക്കെ തന്നെ ഈ ഒരു ഇഷ്യൂ ബാങ്ക് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അത് എന്താണ് ക്രെഡിറ്റ് ലിമിറ്റൊക്കെ അസൈൻ ചെയ്ത ശേഷം ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ഇഷ്യൂ ബാങ്ക് എടുക്കുന്നതായിരിക്കും. നോർമലി ഇറ്റ് ടേക്സ് 3 to 4 weeks ടു സെൻഡ് ദ ക്രെഡിറ്റ് കാർഡ് ടു ദ ആപ്ലിക്കൻ്റ്. ആപ്ലിക്കൻ്റ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സെൻഡ് ചെയ്യാനായിട്ട് സാധാരണയായിട്ട് 3 മുതൽ 4 ആഴ്ച വരെയാണ് എടുക്കുന്നത്. ദ ബാങ്ക് വിൽ ഓൾവേസ് സെൻഡ് ദ ക്രെഡിറ്റ് കാർഡ് ത്രൂ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ റിലയബിൾ കൊറിയേഴ്സ് ടു എൻഷുർ ദാറ്റ് ദ കാർഡ് ഇസ് ഡെലിവേർഡ് ഓൺലി ടു ദ ആപ്ലിക്കൻ്റ്. ബാങ്ക് ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള കൊറിയേഴ്സ് വഴിയോ ഒക്കെ മാത്രമാണ് ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കൻ്റ് സെൻഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കൻ്റ് മാത്രമാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഡെലിവറി ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള കൊറിയേഴ്സ് വഴിയോ ഒക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് സെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ക്രെഡിറ്റ് കാർഡാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ക്രെഡിറ്റ് കാർഡാണ്. ദ ബർഡൻ ഓഫ് ക്യാരിങ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാഷ് വൈൽ ഗോയിങ് ഫോർ ഷോപ്പിംഗ് ഓർ എനി അതർ ബിസിനസ് ഓർ പേഴ്സണൽ പർപ്പസസ് റിമൂവ്ഡ്. അതായത് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിനൊക്കെ പോകുന്ന സാഹചര്യത്തിൽ വലിയൊരു തുക കയ്യിൽ കരുതുന്നതിന് പകരം ഇല്ലെങ്കിൽ ആ ഒരു ബേർഡൻ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് വരുന്നതോടുകൂടി മാറി കിട്ടുകയാണ്. അതേപോലെ നോക്കിയാൽ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് കൺവീനിയൻസ് ആൻഡ് സെക്യൂരിറ്റി ടു ദ കാർഡ് ഹോൾഡർ. കാർഡ് ഹോൾഡറിന് ഒരു സെക്യൂരിറ്റിയും കൺവീനിയൻസും ഒക്കെ തന്നെ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. The card holder is relieved from the danger of pickpocketing a lot of cash. അതായത് ഇപ്പം നമ്മൾ പണം കയ്യിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പണം കയ്യിൽ കരുതുന്ന സാഹചര്യത്തിലൊക്കെ ഈ പോക്കറ്റടി പോലെയുള്ള മോഷണം പോകാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. അതെന്ത് കാർഡാണ് എങ്കിൽ അവരെടുത്താൽ തന്നെ അവർക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല അല്ലേ. Okay, the card holder need not approach the bank every now and then to sanction credit facilities. He can continue to avail the credit facilities up to the sanction limit for the agreed period. നോക്കിക്കേ, ഇപ്പോൾ സാധാ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് പണം ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യമാണ്, പക്ഷേ പൈസ ലഭ്യമല്ല എങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ബാങ്കിനെ അപ്രോച്ച് ചെയ്യും അല്ലേ, ലോണിന് വേണ്ടിയും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ കടമൊക്കെ വാങ്ങേണ്ട ഒരു അവസ്ഥ വരും അല്ലേ. ആ സമയത്ത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന അല്ലെങ്കിൽ കാർഡ് ഹോൾഡറിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്കിൽ ലോണിന് വേണ്ടി കയറി ഇറങ്ങേണ്ടതായിട്ട് ഒന്നും തന്നെ അദ്ദേഹത്തിന് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു സാങ്ഷൻഡ് ലിമിറ്റിലെ എമൗണ്ട് എപ്പോഴും ലഭ്യമായിരിക്കും എന്നുള്ളതാണ് ഒരു അഗ്രീഡ് ടൈം പീരീഡിലേക്ക്. നെക്സ്റ്റ് ഓക്കെ, ക്രെഡിറ്റ് കാർഡ് ഈസ് വെരി യൂസ്ഫുൾ ടു ദ ഹോൾഡേഴ്സ് ഡ്യൂറിംഗ് ബിസിനസ് ട്രിപ്സ്, ഹോളിഡേ ട്രാവൽസ് ടു എനി ഫോറിൻ കൺട്രീസ്. ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ ലീഡിംഗ് ബാങ്ക്സ് ആർ അക്സെപ്റ്റബിൾ ടു ഓൾ ഓവർ ദ വേൾഡ്. അതായത് ഈ ഒരു ബിസിനസ് ട്രിപ്പ് അല്ലെങ്കിൽ ഹോളിഡേ ട്രാവൽസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ ഫോറിൻ കൺട്രീസിലേക്ക് ഒരു ബിസിനസ് ട്രാവലൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതായത് എന്താണ്, അവർക്കവിടെ എന്താണ് പണമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ കറൻസീസോ ഒന്നും തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ലീഡിംഗ് ബാങ്ക്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡാണ് എങ്കിൽ അത് വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ കാർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലൊക്കെ ഉള്ള വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ഉള്ളതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. നെക്സ്റ്റ് ഓക്കെ, ക്രെഡിറ്റ് കാർഡ് എൻഹാൻസസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ കാർഡ് ഹോൾഡർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർഡ് ഹോൾഡറിൻ്റെ പർച്ചേസിംഗ് പവറിനെ ക്രെഡിറ്റ് കാർഡ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിക്കേ,
The cardholder is not required to pay any interest on the credit sanctioned provided he pays the sum within a specified time. അതായത് ഞാൻ പറഞ്ഞു ഒരു എഗ്രീഡ് ടൈം പീരീഡിലേക്കായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യുന്നത് ആ ഒരു സാങ്ഷൻ്റെ ലിമിറ്റ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു 50 ദിവസത്തേക്കാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ആ ഒരു കടം അതായത് കടമായിട്ട് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് എടുത്ത ആ ഒരു 50 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളത് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ ആ എടുത്ത എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി, തിരിച്ച് റീപേ നടത്തിയാൽ മതി. അസന്ധി ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊരു ബെനിഫിറ്റും ഉണ്ട്, ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിത്തിൻ ദ ടൈം പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ റീപേ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട. നമ്മൾ ആ ഒരു എടുത്ത എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി, അതിൽ കൊണ്ട് തിരിച്ചിട്ടാൽ മതി. നെക്സ്റ്റ് നോക്കിക്കേ, the cardholder is required to settle his account with the bank only once in month. It helps him to avoid the burden of going to the bank every time when he requires money. അതായത് പണം ആവശ്യമുള്ള ഇപ്പോഴും തന്നെ ബാങ്കിലേക്ക് പോകേണ്ട ആ ഒരു ബേർഡൻ എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഹോൾഡറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രം എന്ത് ചെയ്താൽ മതി, ബാങ്കിൽ വിസിറ്റ് ചെയ്താൽ മതി. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൻ്റെ സെറ്റിൽമെൻറ്റിലും കാര്യങ്ങൾക്കുമായിട്ട് ബാങ്കിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. Next, okay, it helps the card holder to travel in any part of the world without carrying foreign currencies. Foreign currencies ഒന്നും കൊണ്ടുപോകാതെ തന്നെ ലോകത്തെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കാർഡ് ഹോൾഡറിന് ട്രാവൽ ചെയ്യാനായിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഈ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന പർച്ചേസസുകൾക്ക് വലിയ തോതിലുള്ള ഡിസ്കൗണ്ട്സ് തന്നെ ലഭ്യമാകും എന്നുള്ളതാണ്. അതായത് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളായിട്ടുള്ള നൈക്, ലിവിസ് പോലെയുള്ള ബ്രാൻഡിൽ നിന്നൊക്കെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് വലിയ തോതിലുള്ള ഡിസ്കൗണ്ട്സ് തന്നെ ലഭ്യമാകും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസിലെ ഫസ്റ്റ് പോയിന്റ് ആണ് റിസ്ക് ഓഫ് ഓവർ സ്പെൻഡിങ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള പർച്ചേസിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ചില ആൾക്കാരുണ്ട് അല്ലേ. അതായത് സാധനങ്ങളൊക്കെ ചുമ്മാ വാങ്ങിച്ചു കൂട്ടാനൊക്കെ ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് അവർക്ക് ലഭ്യമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ ഒരു എമൗണ്ട് യൂസ് ചെയ്തിട്ട് മാക്സിമം പ്രൊഡക്ട്സും കാര്യങ്ങളും സർവീസസുകളും ഒക്കെ വാങ്ങാനായിട്ട് അവർ ശ്രമിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ വാങ്ങുമ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും എന്ത് ചെയ്യും, ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ലാസ്റ്റിൽ അവരെ ഡെറ്റ് ട്രാപ്പിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം പോലും വാങ്ങിച്ചു കൂട്ടി പിന്നീട് ഇത് തിരിച്ച് റീപേ ചെയ്യുന്ന ആ ഒരു സാഹചര്യം എത്തുമ്പോഴേക്കും നമ്മളെ കൊണ്ട് വലിയൊരു വൻ തുകയായിട്ട് നമ്മളെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റണമെന്ന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള സാഹചര്യത്തിലേക്കൊക്കെ പോകും എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ആവശ്യമില്ല, ഇനി അടുത്ത തവണ പൈസ വരുമ്പോൾ വാങ്ങാം എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഇത്തരത്തിൽ ക്രെഡിറ്റ് ലിമിറ്റ് ലഭ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പോയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ റിസ്ക് ഓഫ് ഓവർ സ്പെൻഡിങ്ങിൽ അമിതമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിലേക്കൊക്കെ ലീഡ് ചെയ്യും എന്നുള്ളതാണ്. 2, ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിൻ ആണ്. അതായത് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് വഴി നമ്മൾ സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ലിമിറ്റ് വരെയും എടുത്ത ശേഷം പിന്നീട് അത് തിരിച്ചടയ്ക്കേണ്ട ആ ഒരു ഡേറ്റ് ആയപ്പോഴേക്കും തിരിച്ചടയ്ക്കാൻ പറ്റാതെ അതിലൊരു ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളും ഒക്കെ താഴോട്ട് പോവുകയും പിന്നീട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ സേവനങ്ങളൊന്നും ലഭ്യമാവാത്ത രീതിയിലേക്കൊക്കെ വരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവസാനം ഡെറ്റ് ട്രാപ്പിലേക്കൊക്കെ വീഴാനുള്ള സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അതാണ് ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഹൈ ക്രെഡിറ്റ് ലിമിറ്റുള്ള ഒരുപാട് ക്രെഡിറ്റ് കാർഡുകളുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഡെറ്റ് ട്രാപ്പിൽ വന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ഹൈ ക്രെഡിറ്റ് ലിമിറ്റാണ്. ഇപ്പോൾ 1 ലക്ഷത്തിലൊക്കെ മേളിൽ ഇപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളവരെയൊക്കെ സംബന്ധിച്ച് അവരത് ആ ഒരു എമൗണ്ട് എടുക്കുകയാണെങ്കിൽ പിന്നീട് അത് റീപേ ചെയ്തില്ല എങ്കിൽ അതിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടിയ എമൗണ്ട് ആയിരിക്കും ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരെ കൊണ്ട് താങ്ങാൻ പറ്റാതാവുകയും അവർ ഡെറ്റ് ട്രാപ്പിൽ വന്ന് വീഴാനായിട്ടുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിൻ. നെക്സ്റ്റ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ സർവീസസുകൾക്ക് ബാങ്ക് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു പേഴ്സണൽ ലോൺ എടുക്കുന്ന പോലൊന്നും ആയിരിക്കില്ല. നമ്മൾ ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിനുള്ളിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ എടുത്ത തുക റീപേ ചെയ്തില്ല എങ്കിൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഈ ഒരു കാർഡ് ഹോൾഡറിൻ്റെ ലൈബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയത്തില്ലേ തീയിലേക്ക് എണ്ണ ഒഴിക്കുക എന്ന്, അതേപോലെ തന്നെ ഒന്നുകൂടി എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാർഡ് ഹോൾഡറിൻ്റെ ലൈബിലിറ്റി ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് റിസ്ക് ഓഫ് ഫ്രോഡ് ആണ്.
Nowadays, credit card frauds are on the rise. There are several unscrupulous people who collect credit card numbers whether by copying the details during an actual transactions or by stealing them from the internet website database. These people then make purchase by using these details and the card holders get a statement of transactions which he is unaware of. അതായത് ഇപ്പോൾ ഏതൊരു കേസിലായാലും ഇപ്പോൾ റിസ്ക് ഓഫ് ഫ്രോഡ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾ പോലും അറിയാതെ അതാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുമല്ലേ, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചുകൊണ്ട് ബാങ്ക് ഒരിക്കലും കോളോ മെസ്സേജോ ഒന്നും ഇടത്തില്ല എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പം നമ്മളതിനെ റിപ്ലൈ ചെയ്യരുതെന്നൊക്കെ പറയത്തില്ലേ. അതേപോലെ തന്നെയാണ് ഈ പണ്ടുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ കേസ് വരികയാണെങ്കിൽ നമ്മുടെ നമ്പറോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ നടത്താത്ത ട്രാൻസാക്ഷന് പോലും ബാങ്കിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരും. മറ്റൊരാൾ നമ്മുടെ ഈ പണ്ടുള്ള ആക്ച്വൽ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കാർഡ് നമ്പറൊക്കെ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പണ്ടുള്ള ഇൻ്റർനെറ്റ് വെബ്സൈറ്റ് ഡേറ്റാബേസിൽ നിന്നൊക്കെ ഈ പണ്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ കളക്ട് ചെയ്തിട്ട് നമ്മൾ പോലും അറിയാത്ത തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ അവർ കണ്ടക്ട് ചെയ്യുകയും നമ്മൾ ലാസ്റ്റിൽ അതിൻ്റെ ലയബിലിറ്റി ഫുള്ള് നമ്മുടെ മണ്ടയ്ക്കൊക്കെ വന്ന് വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതാണ് റിസ്ക് ഓഫ് ഫ്രോഡ്. അപ്പം ഒരിക്കലും നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ എന്ത് ചെയ്യരുത്, മറ്റുള്ള ആരോടും തന്നെ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. നെക്സ്റ്റ് ആണ് ഡെബിറ്റ് കാർഡ്. ഈ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡിൽ നമ്മുടെ സ്വന്തം പൈസയാണോ നമ്മൾ ചിലവാക്കുന്നത്? അല്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണോ ആ ഒരു ബാങ്ക് തരുന്ന ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് വരെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അത് നമ്മൾ ശരിക്കും ഒരു ബോറോഡ് മണിയാണ് നമുക്ക് പറയാം അല്ലേ. ആ സമയത്ത് ഡെബിറ്റ് കാർഡിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ നമ്മുടെ പണമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഡെബിറ്റ് കാർഡ് നമ്മൾ ഈ ATM കാർഡൊക്കെ ബാങ്കിൽ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യത്തില്ലേ, പണം പിൻവലിക്കത്തില്ലേ. അതേപോലെ തന്നെ ഈ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് പണമൊക്കെ പിൻവലിക്കാനും അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ തന്നെ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോഴ്സിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ ബില്ലും കാര്യങ്ങളും ഒക്കെ പേ ചെയ്യാനായിട്ട് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. Okay, a debit card is a plastic card which provide an alternative payment method to cash while making purchases. A debit card is basically a better way of carrying cash or checkbook. A debit card can be used to withdraw cash from a bank like an ATM card, and it can be used at stores to pay for goods and services in place of a check. Debit card allows the holder to spend only what is in his account. Debit card are more readily accepted by merchant establishments since they get instant payments. നോക്കിക്കേ, ഈ ഒരു ഡെബിറ്റ് കാർഡ് ഹോൾഡർക്ക് എന്താണോ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ആക്ച്വലി ഉള്ളത് അത്ര എമൗണ്ട് വരെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എങ്ങനെയാണ് ഡെബിറ്റ് കാർഡ് വ്യത്യസ്തമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, അതായത് ഒരു കാർഡ് ഹോൾഡർ ക്രെഡിറ്റ് കാർഡ് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ശരിക്കും അവിടെ എന്താണ് ചെയ്യുന്നത്, ബാങ്കിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്യുകയാണ് അല്ലേ. ആ സന്ധി ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ എന്താണോ നമ്മുടെ അക്കൗണ്ടിലുള്ളത്, നമ്മുടെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ എത്രയുണ്ടോ അത്ര എമൗണ്ട് മാത്രമാണ് നമുക്കവിടെ പിൻവലിക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. In other words, a debit card uses the money the card holder have and a credit card uses the money the card holder does not have. അതായത് ഡെബിറ്റ് കാർഡിൽ നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് എന്താണോ ഉള്ളത് അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അല്ലാത്ത ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺ ക്രെഡിറ്റ് അല്ലേ, ഫണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ. നോക്കിയാൽ നെക്സ്റ്റ് പോയിന്റ്, if credit card means pay later, debit card means pay now. അതായത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേ ലേറ്റർ അല്ലേ. അതിന് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ പേ നൗ. അതെന്താണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കിക്കേ, in the case of credit card, the card holder makes the cash payment not at the time of purchase of goods and services but at the end of the month. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പണം അടയ്ക്കത്തില്ല, പകരം നമ്മളത് മാസാവസാനമായിരിക്കും ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നത്. ആ സന്ധി ഡെബിറ്റ് കാർഡിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ കാർഡ് ഹോൾഡർ പേയ്മെൻറ്റ് നടത്തുന്നത് നോക്കിയേ. On the other hand, in case of debit card, the card holder makes the payment from his own deposit account at the time of making the purchase. ആ ഒരു പർച്ചേസ് നടത്തുന്ന ടൈമിൽ തന്നെ ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്നും ആ ഒരു പേയ്മെൻറ്റ് അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതാണ് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ പേ ലേറ്റർ. കാരണം നമ്മൾ ആ ഒരു പർച്ചേസ് നടത്തുന്ന ടൈമിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നുണ്ടോ, ഇല്ല, പിന്നീടായിരിക്കും നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്. സോ പേ ലേറ്റർ. അതെന്ത് ഡെബിറ്റ് കാർഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. സോ പേ നൗ.
നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡിലെ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ ഡെബിറ്റ് കാർഡുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ് എന്നും ഡെഫേർഡ് ഡെബിറ്റ് കാർഡ് എന്നും. അതിൽ ആദ്യത്തേത് ഡയറക്റ്റ് ഡെബിറ്റ് കാർഡാണ്. നോക്കിക്കേ, ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ്സ് റിക്വയർസ് ഇലക്ട്രോണിക് ഓതറൈസേഷൻ ഓഫ് എവറി ട്രാൻസാക്ഷൻസ് ആൻഡ് ദ ഡെബിറ്റ്സ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദ കാർഡ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി. അതായത് ഈ ഒരു ഡയറക്റ്റ് ഡെബിറ്റ് കാർഡിന് എല്ലാ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനും ഇലക്ട്രോണിക് ഓതറൈസേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കാർഡ് ഹോൾഡറിൻ്റെ അക്കൗണ്ടിൽ നിന്ന്, അതായത് നമ്മുടെ അക്കൗണ്ടിൽ അപ്പം തന്നെ ആ ഒരു ഡെബിറ്റ് റിഫ്ലക്റ്റ് ആകും എന്നുള്ളതാണ്. ആ ഒരു പണം എന്ത് ചെയ്യും, എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അപ്പം തന്നെ കുറയുന്നതായിരിക്കും. Direct debit card allows only online transactions and there is an immediate electronic transfer of money from cardholder's bank account to the merchant's account. അതായത് ഈ ഒരു ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രമേ അനുവദിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു പർച്ചേസ് നടത്തി അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് ഓഫ് മണി എന്ത് ചെയ്യും, കാർഡ് ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ കാർഡ് ഹോൾഡേഴ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ആകുമെന്നുള്ളതാണ്. In the case of direct debit card, the system immediately check whether the card holders has necessary fund in his account for the purchase. ആ ഒരു പർച്ചേസ് നടത്താൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് അപ്പം തന്നെ എന്ത് ചെയ്യും, സിസ്റ്റം ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പർച്ചേസ് നടത്താനുള്ള എമൗണ്ട് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുകയും നമ്മുടെ കാർഡ് ഹോൾഡറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് ഡെബിറ്റ് ആവുകയും ചെയ്യും. ഇനി അത്രയും എമൗണ്ട് ഇല്ല എങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ തന്നെ ഡിക്ലൈൻ ആവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്. അടുത്ത് നോക്കിക്കേ, ഡെഫേർഡ് ഡെബിറ്റ് കാർഡാണ്. ഡെഫേർഡ് ഡെബിറ്റ് കാർഡ് അലൗസ് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻസ്. നമ്മൾ ഡയറക്റ്റ് ഡെബിറ്റ് കാർഡിൽ പറഞ്ഞു അത് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് അലോ ചെയ്യുന്നത് അല്ലേ. ആ സന്ധി ഡെഫേർഡ് ഡെബിറ്റ് കാർഡിലേക്ക് വരികയാണെങ്കിൽ അത് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻസ് ആണ് അലോ ചെയ്യുന്നത്. ദ മെർച്ചൻറ്റ്സ് ടെർമിനൽ റീഡ് ദ കാർഡ് ആൻഡ് ക്രിയേറ്റ് ഡെബിറ്റ് അഗേൻസ്റ്റ് ദ കാർഡ് ഹോൾഡേഴ്സ് അക്കൗണ്ട്. അതായത് ആ ഒരു മെർച്ചൻ്റെ ടെർമിനലിൽ ആ ഒരു കാർഡ് അപ്പോൾ തന്നെ റീഡ് ചെയ്ത ശേഷം ആ ഒരു ഡെബിറ്റ് കാർഡ് ഹോൾഡറിൻ്റെ അക്കൗണ്ടിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും however the transaction conducted with the deferred debit card requires 2 or 3 days to be reflected on the card holder's account balance. അതായത് നമ്മൾ ഈ ഒരു ഡെഫേർഡ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസിൽ നമ്മുടെ കാർഡ് ഹോൾഡറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ കാർഡ് ഹോൾഡറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു ഡെബിറ്റ് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് 2 മുതൽ 3 ദിവസം വരെ എടുക്കും എന്നുള്ളതാണ്. അതായത് അതിനൊരു കാലതാമസം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഡയറക്റ്റ് ഡെബിറ്റ് കാർഡിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആകും. പക്ഷേ ഡെഫേർഡ് ഡെബിറ്റ് കാർഡിൽ അതിൽ 2 മുതൽ 3 ദിവസം വരെ എടുക്കും ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് റിഫ്ലക്റ്റ് ആവാൻ വേണ്ടി. Next ആണ് advantages of debit card. A customer who is not as credit worthy to get a credit card can obtain a debit card without much difficulty and make plastic transactions. ഓക്കെ, അതായത് ക്രെഡിറ്റ് കാർഡ് ലഭിക്കാൻ യോഗ്യതയില്ലാത്ത കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അർഹരല്ലാത്ത കസ്റ്റമേഴ്സിന് ഡെബിറ്റ് കാർഡ് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ലഭിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവർക്ക് അത് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ട്രാൻസാക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും തന്നെ അല്ലെങ്കിൽ മിക്ക ബാങ്കുകളും തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡെബിറ്റ് കാർഡ് സൗജന്യമായിട്ടൊക്കെ അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. Next, okay, since the use of debit card is limited to the existing fund in the account, there is no problem of financial indiscipline and overspending by the card holders. നമ്മൾ ക്രെഡിറ്റ് കാർഡ് പഠിച്ചപ്പോൾ അതിന് 2 ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് ഈ ഓവർ സ്പെൻഡിങ്ങും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിനും. അതായത് ഈ ഒരു ഡെബിറ്റ് കാർഡ് ആകുമ്പോൾ നമ്മുടെ തന്നെ എമൗണ്ട് ആണ്, നമ്മൾ തന്നെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ്. അപ്പോൾ അതിൽ നിന്ന് പൈസ പോകുമ്പോൾ ശരിക്കും നമുക്കൊരു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറയുകയാണല്ലോ എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകും അല്ലേ. സോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്യത്തുള്ളൂ. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് അറിയാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതുവഴി നമുക്ക് ഓവർ സ്പെൻഡിങ് അമിതമായിട്ട് ചിലവാക്കുന്ന ആ ഒരു പ്രശ്നവും അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയും ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ പറഞ്ഞ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിക്കേ, ഡെബിറ്റ് കാർഡ്സ് ആർ അക്സെപ്റ്റഡ് ബൈ മെർച്ചൻറ്റ്സ് വിത്ത് ലെസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്ക്രൂട്ടനി. അതായത് അധികം സ്ക്രൂട്ടനി ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ മെർച്ചൻറ്റ്സും തന്നെ ഡെബിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, ഡെബിറ്റ് കാർഡ് റിലീസ് ദ കാർഡ് ഹോൾഡർ ഫ്രം ദ ബർഡൻ ഓഫ് ക്യാരിങ് ചെക്ക് ബുക്ക് ഓർ ക്യാഷോ ചെക്ക് ബുക്കോ ഒന്നും കയ്യിൽ കരുതേണ്ട ആ ഒരു ബർഡനിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള ഡെബിറ്റ് കാർഡ് ഹോൾഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അടുത്ത നോക്കിക്കേ, ഡെബിറ്റ് കാർഡ് ഈസ് ഓഫ് മച്ച് യൂസ് ഓഫ് ഇന്റർനാഷണൽ ട്രാവലേഴ്സ് ബിക്കോസ് ദേ നീഡ് നോട്ട് carry traveler's check or cash during the journey. As the debit card holder is drawing his own fund from his deposit account, there is no question of charging interest, late fee, etc. by the bank. അതായത്
ഈ പണ്ടുള്ള ഇന്റർനാഷണൽ ട്രാവലേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡെബിറ്റ് കാർഡിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത്. അതായത് അവർക്ക് ട്രാവലേഴ്സ് ചെക്കോ അല്ല എങ്കിൽ ഈ ഒരു ഫോറിൻ കറൻസീസ് ഒന്നും തന്നെ അവരുടെ ജേണിയിൽ കയ്യിൽ കരുതേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഹോൾഡറിനെ സംബന്ധിച്ച് അയാളുടെ സ്വന്തം ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നത് കൊണ്ട് തന്നെ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ലേറ്റ് ഫീ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും തന്നെ ഇല്ല എന്നുള്ളത്. കാരണം നമ്മൾ തന്നെ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ടാണ് പിൻവലിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, എ ഡെബിറ്റ് കാർഡ് മേ ബി യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ക്യാഷ് ഫ്രം അൻ ATM നിന്നൊക്കെ പണം ലഭിക്കാൻ നമ്മൾ ഡെബിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഡെബിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.